കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. പുരുഷന്മാരും സ്ത്രീകളും നമ്മൾ ആ നിയമങ്ങളുടെ വശം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോടതി സീൻ ഒരു 15 മിനിറ്റ് ഇത്തിരി ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള സമയമൊക്കെ സീരിയൽ പോലെയാണ് പോകുന്നത്. സമൂഹത്തിൽ ആഭ്യന്തര കുറ്റവാളികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അതിഗംഭീരമായിട്ട് പറഞ്ഞൊരു സിനിമ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുഷന്മാരെ കണ്ടിരിക്കേണ്ട പടം. കോമഡിക്ക് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പക്ഷേ കോമഡിയേക്കാൾ ഇമോഷണലി കുറച്ച് റിലവൻ്റ് ആണ് പടം. 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും വന്ന് കാണാം. പിന്നെ ഇതൊരു തമാശ സിനിമയൊന്നും അല്ല. വളരെ നല്ല സിനിമയായിരുന്നു. എല്ലാവരും കാണേണ്ട സിനിമ തന്നെയായത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ കുറച്ച് അവയർനെസ്സും കൂടെ ഉള്ള കാര്യമാണ്. നല്ലതാണ്. എടുത്തു പറയാൻ ഇത് തന്നെയാണ്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. പുരുഷന്മാരും സ്ത്രീകളും നമ്മൾ ആ നിയമങ്ങളുടെ വശം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. പടം ആവറേജ് ആവുള്ളൂ, വലിയ ഇതില്ല. പടത്തിൽ കോടതി സീൻ ഒരു 15 മിനിറ്റ് ഇത്തിരി ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള സമയമൊക്കെ സീരിയൽ പോലെയാണ് പോകുന്നത്. ഇത്രയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ആ കോടതിയിൽ പറഞ്ഞ ഒരു 15 മിനിറ്റ് അവൻ സംസാരിക്കും. ഒരു ഡയലോഗ് പെണ്ണുങ്ങളെ അവരെ ആണുങ്ങളുടെ കുറേ ഫീലിംഗ് ഒക്കെ പറ്റി പറയാനുണ്ട്. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. ആ ഒരു 15 മിനിറ്റ് പടം കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള സമയം ഒരു സീരിയൽ പോലെയാണ് പോകുന്നത്. പടം അത്ര ഒരു ഇതില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുഷന്മാരെ കണ്ടിരിക്കേണ്ട പടം. കൊള്ളാം. സമകാലികമായിട്ടുള്ള വളരെ നല്ല സിനിമയാണ്. വളരെ നല്ല സിനിമയാണ്. ആസിഫിൻ്റെ ഗംഭീര പെർഫോമൻസാണ്. വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. ആണുങ്ങൾക്ക് വേണ്ടി സിനിമ സംസാരിക്കുന്നുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതേസമയം നമ്മൾ സാധാരണ കാണാത്ത ആംഗിളിൽ പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോമഡിക്ക് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പക്ഷേ കോമഡിയേക്കാൾ ഇമോഷണലി കുറച്ച് റിലവൻ്റ് ആണ് പടം. അല്ല, അഭിനയൊന്നുമല്ല, അതിൽ നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എല്ലാവരും കാണാൻ പറ്റും. സൂപ്പർ ഹിറ്റാണ് പടം. സൂപ്പർ ഹിറ്റ്. അതെ നമ്മുടെ എല്ലാവരും പറയാൻ പഠിക്കുന്ന ഒരു മെസ്സേജാണ്. നമ്മുടെ സമൂഹത്തിൽ ആഭ്യന്തര കുറ്റവാളികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അതിഗംഭീരമായിട്ട് പറഞ്ഞൊരു സിനിമ. എടുത്തു പറയാൻ വേണ്ടിയിട്ട് തന്നെ ആസിഫ് അലിയുടെ അഭിനയം തന്നെയാണ്. ആസിഫ് അലി നമ്മൾ സാധാരണ ഇതിൽ ആസിഫ് അലിയെ കുറിച്ച് ഒരു കോമഡിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ അല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഗംഭീരമായിട്ട് കോമഡി ചെയ്തിട്ടൊരു പടമാണ്. നല്ല രസമുള്ളൊരു പടമാണ്. അതെ, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. അനുഭവത്തിൽ ലൈഫ് തിരിച്ചെങ്ങനെ പിടിക്കാമെന്നുള്ളതായിരുന്നു മൂവി. ഒരു പ്രശ്നമുള്ള ഒരാൾക്കാർ ഈ സിനിമ പോയി കാണണം. അപ്പോഴേ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാവും, തിരിച്ചു പിടിക്കാൻ പറ്റും. ആ മെസ്സേജാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ ഡൈവേഴ്സായി നിൽക്കുന്നവർക്ക് ഒരു മെസ്സേജാണ് ഈ സിനിമ. എടുത്തു പറയാൻ ലൈഫ് തിരിച്ച് പിടിക്കാം. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്പോയിലായി നിൽക്കുന്നവർക്ക് അത് തിരിച്ച് എടുക്കാൻ പറ്റും. എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. ഒരു അവയർനെസ് കൊടുക്കുന്ന പടമാണ്. എല്ലാം നല്ല അഭിനയമായിരുന്നു. എല്ലാം ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോയൊരു പടം. എടുത്തു പറയാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് കൊണ്ടുവന്നൊരു പടം. ഒരു ഇക്വാലിറ്റി എന്ന് കറക്റ്റായിട്ട് പറഞ്ഞൊരു പടമായിരുന്നു. ആഭ്യന്തര കുറ്റവാളിയായിരുന്നത് ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നല്ലൊരു മെസ്സേജ് തന്നെ. കല്യാണം പെട്ടെന്നുള്ള ഡൈവേഴ്സ് ആവശ്യപ്പെട്ടുള്ള ആ ഒരു ടോപ്പിക്കാണ് റെലവൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നൈസായിട്ട് ബോറടിക്കാതെ കണ്ടിരിക്കാം. ഒരു 1 ടൈം ഫാമിലി ആയിട്ട് വന്ന് കണ്ടിരിക്കുക. എല്ലാവർക്കും എങ്ങനെ കണക്ട് ആവുമെന്ന് അറിയില്ല. കുറച്ച് മെയിൽ ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ വലിയ മെയിൽ ഓറിയൻറ്റഡ് പടം വരാറില്ലല്ലോ. എല്ലാവരുടെയും അഭിനയം അടിപൊളിയായിട്ടുണ്ട്. വളരെ എന്ന് പറയുന്നത് സിനിമയുടെ ആ ക്വാളിറ്റി വെച്ചും അതിൻ്റെ ആ കഥ വെച്ചും മേക്കിംഗ് വൈസ് ആയാലും ഒരു 10 കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ഒരു പുരുഷപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമകൾ അത്രയും സ്ത്രീപക്ഷ സിനിമകളാണ് അധികം ഇറങ്ങുന്നത്. എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും നല്ലവരൊന്നും എല്ലാ സ്ത്രീകളും മോശക്കാരും അങ്ങനെയൊന്നുമല്ല. എല്ലാവരിലും ഉണ്ട് നല്ലവരും ചീത്തയും. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറയുമ്പോൾ 498A എന്ന് പറയുന്ന നിയമം, അതിൻ്റെ മിസ്യൂസ് അതാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് 498A, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ അതിനെതിരെ അവർക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു എടുത്തുപയോഗിക്കാമെന്നുള്ള നിയമം. പക്ഷേ അതിപ്പം മിസ്യൂസ് ചെയ്യാണ്. സ്ത്രീകളായാലും പെൺകുട്ടികളായാലും അവരുടെ വീട്ടുകാരായാലും വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കേസൊക്കെ പുരുഷൻ നാണം കെടും. ഈ പറഞ്ഞ പോലെ കോടതിയിൽ കുറേ കേസ് വായിച്ചൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ വരുന്ന ഈ കേസിൽ മെജോറിറ്റിയും തള്ളിപ്പോവുകയാണ്. അത് വെറുതെ വച്ച് കിട്ടുന്ന ഒരു കേസായിട്ടാണ് പല കേസുകളും തള്ളിപ്പോകുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും പയ്യന്മാരും പിന്നെ അവരുടെ അച്ഛനമ്മമാരും ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട. പിന്നെ ഈ പെൺകുട്ടികളെ അച്ഛനമ്മമാർ തന്നെ സ്ത്രീധനം കൊടുത്തങ്ങ് കല്യാണം കഴിപ്പിക്കുക. ആരും പയ്യൻ്റെ വീട്ടുകാരൊന്നും ചോദിക്കാതെ അങ്ങ് നിറയെ ആഭരണങ്ങൾ ഇട്ട് കൊടുത്തേക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കേസാക്കാൻ വേണ്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുക. പിന്നെ ഇതിൻ്റെ കണക്കൊന്നും ചിലപ്പോൾ പയ്യന്മാരെ വീട്ടുകാർ ചിലപ്പം തൂക്കിയെന്ന് നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ അത് നഷ്ടപ്പെട്ടെന്ന് പറയുക, അത് അവരുടെ കസ്റ്റഡിയിലാണെന്ന് പറയുക. ഇതൊക്കെയാണ് സിനിമ. വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. എല്ലാവരും ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട സിനിമയെന്ന് തന്നെ പറയാം. പിന്നെ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആയാലും അതിൻ്റെ എല്ലാം പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം. ആസിഫ് അലിയുടെ വളരെ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ അതിൽ നായികമാർ 2 പെൺകുട്ടികളുണ്ട്. പിന്നെ ജഗദീഷ്, വിജയകുമാർ, അതിനുശേഷം കുറേ കാലത്തിന് ശേഷം പുള്ളി നല്ലൊരു വേഷത്തിലുണ്ട്. നല്ല മൂവിയാണ്. 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും വന്ന് കാണണം. പിന്നെ ഇതൊരു തമാശ സിനിമയൊന്നും അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ അതിനിടയിൽ കുറച്ച് സിറ്റുവേഷൻ കോമഡി. അസീസും പിന്നെ ആനന്ദ് മന്മഥനാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും കൂടെയുള്ള കുറച്ച് തമാശ രംഗങ്ങളൊക്കെ ഉണ്ട്.
മസ്റ്റ് വാച്ച് ഫിലിം തന്നെ എന്ന് പറയുമ്പോൾ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും അതിൽ ഇല്ല. പക്ഷേ ക്വാളിറ്റി വൈസ് വളരെ നല്ലൊരു മൂവിയാണ്.